ഈസ് യുവർ ഫെയ്ത്ത്? നിൻ്റെ വിശ്വാസം എവിടെ? യേശു ക്രിസ്തു ജീവിച്ച കാലത്ത് സാധാരണ ഒരു മനുഷ്യനായിട്ട് കടന്നു വന്ന് തൻ്റെ ഗ്ലോറി അല്ലെങ്കിൽ മഹത്വം സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ച് പൂർണ്ണ മനുഷ്യനായിട്ട് വിളങ്ങി എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പം പൂർണ്ണ ദൈവമായിട്ടെന്നല്ല. യേശു പലപ്പോഴും തന്നെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതിന് പകരം ദൈവപുത്രൻ എന്നുള്ള പേരിനെക്കാട്ടിലും മനുഷ്യപുത്രൻ എന്നുള്ള പേര് കേൾക്കാനാണ് സൺ ഓഫ് മാൻ. അങ്ങനെയാണ് യേശുവിന് ഇഷ്ടം. ഞാൻ മനുഷ്യൻ്റെ, അതായത് ആദിയാദത്തിൻ്റെ മകനായിട്ട് തന്നെയാണ് ഞാൻ വന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ആദി ആദം പാപം ചെയ്തതോടുകൂടി മനുഷ്യൻ ദൈവത്തോട് ആത്മാവില്ലാതായി തീർന്ന് പിന്നെ ദൈവത്തെ മറന്ന് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുള്ള ജീവിതത്തിൽ ആ കാലയളവിൽ അങ്ങനെയുള്ള മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി പിതാവാം ദൈവം പുത്രനെ അയച്ചു തന്നത് സാധാരണ ഒരു മനുഷ്യനായിട്ടാണ്. ആ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് നന്നായിട്ട് മനുഷ്യനായി ജീവിക്കാൻ ഒക്കുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചൊരു ദൈവം, തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. അതാണ് ഫിലിപ്പിയർ ലേഖനകത്ത് എഴുതിയിട്ടുണ്ട് ഈ 2-ാം അധ്യായത്തിൽ. ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ല, പക്ഷേ ക്രിസ്തു പോലും അനുസരണമുള്ളവനായിട്ട് നിന്ന് പിതാവിൻ്റെ വിശ്വാസത്തിൽ, പിതാവ് കൊടുത്ത വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവനുള്ള മനുഷ്യനായിട്ട് വിളങ്ങിയെന്ന്. വിളങ്ങുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതായത് ദൈവം ഒരു മനുഷ്യനായിട്ട് വിളങ്ങുക. അപ്പോൾ നമ്മളൊരു മനുഷ്യനായിട്ട് വിളങ്ങുന്നെന്ന് പറയുമ്പം ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ നമുക്കില്ല. പക്ഷേ ഇവിടെ യേശു പറയുന്നു ഞാനൊരു മനുഷ്യനായിട്ട് വന്ന്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. നമുക്ക് യേശുവിനെക്കുറിച്ച് വായിക്കും തോറും അവൻ്റെ ആ സ്നേഹത്തിലോട്ട് അങ്ങനെ ആഴമേറുമ്പം നമ്മളും അവനും കൂടെ ഏകദേശം ഒരേപോലെ ആകുന്ന ഒരു സ്റ്റേജിലോട്ട് വരുമ്പം അതിനങ്ങനെ വായിക്കാൻ തോന്നും. കാരണം കർത്താവിൻ്റെ ചിന്തയും കർത്താവിൻ്റെ ഭാഷയും. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് അവർക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതുണ്ടാക്കി കൊടുക്കാനും അത് അറിയാനും അത് മനസ്സിലാക്കാനും അവരുടെ വീട്ടിന് വേണ്ടി ചെയ്യാനും ഒക്കെ ഓരോ സ്ത്രീകൾ അധ്വാനിച്ച് പ്രയത്നിക്കുന്നത് പോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള ഒരു ഉറ്റ ബന്ധം വരുമ്പം പിന്നെ എല്ലാം ചപ്പും ചവറും പറഞ്ഞ് എഴുന്നേറ്റ് മാറ്റി വെച്ച് ദൈവത്തിലേക്ക് വചനത്തിലിങ്ങനെ. അതൊരു പ്രത്യേക കൃപ പരിശുദ്ധാത്മാവായിട്ട് തരേണ്ടത്. നമ്മൾ വിചാരിച്ച ഒക്കത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട് പലർക്കും. എൻ്റെ ഗ്രൂപ്പിലുള്ള പലർക്കും അതുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ 2:5 ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ആരുടെ ഭാവമാ? ക്രിസ്തുവിൻ്റെ ഭാവം നിനക്കുണ്ടാകട്ടെ. നമുക്കതാ വേണ്ടിയത്. ക്രിസ്തുവിൻ്റെ ഭാവം മാത്രം നോക്കിയാൽ മതി. ഈസ് ദ റോൾ മോഡൽ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ആരായിട്ട് വന്നു? ഒരു ദാസനായിട്ട് വന്ന് മനുഷ്യ സാദൃശ്യത്തിലായി. മനുഷ്യനെ പോലെ വന്നെന്ന് എഴുതിയിരിക്കുന്നത്. മനുഷ്യ സാദൃശ്യത്തിലായി എന്താണ് പറയുന്നത്? തന്നെത്താനെ ഒഴിച്ചു. അതായത് സ്വർഗത്തിൽ തൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം അവിടെ ഉരിച്ചു വെച്ചെന്ന്. ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മനുഷ്യനായിട്ടെങ്ങനെ ഒരാൾ വിളങ്ങുന്നത്? അത് നമ്മൾ മനസ്സിലാക്കണം. All have sinned and come short of the glory of the Lord എന്ന് റോമർക്കെതിരെ 2:3-23 പറയുന്നു. എല്ലാ മനുഷ്യരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാതാക്കി എന്ന് പറയുന്നിടത്ത് ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നല്ലൊരു മനുഷ്യനായിട്ട് വിളങ്ങിയെന്ന്. അപ്പോൾ സാധിക്കുമല്ലോ ഈ ഭൂമിയിൽ നല്ല മനുഷ്യനായിട്ട് വിളങ്ങി. മനുഷ്യനായിട്ട് ആരെങ്കിലും വിളങ്ങിയെന്ന് ചോദിച്ചാൽ ഒരാളുണ്ട്, യേശു. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവന് ആയിത്തീർന്നു. അനുസരണമാണ് ഇതൊന്നും നമുക്ക് എൻ്റെ പൊന്നെ 2 വയസ്സ് തൊട്ട് 3 വയസ്സുള്ള പിള്ളേരെ പോലും അനുസരിപ്പിക്കാനൊക്കത്തില്ല. അപ്പനും അമ്മമാർ ആവശ്യത്തിന് സ്നേഹത്തിലുള്ള ശിക്ഷണം കൊടുക്കാത്തതിനാൽ ഒരു ഫോൺ കൊടുത്തില്ലേ സൂയിസൈഡ് ചെയ്യും. ക്ലാസ്സിൽ എല്ലാത്തിനും A+ കിട്ടിയില്ലേ സൂയിസൈഡ് ചെയ്യും. കടം കയറുമ്പം വീട്ടിൻ്റെ മേളിൽ നിന്ന് ചാരിച്ചാകും. ഇതിനൊക്കെ പരിഹാരം ദൈവത്തിലില്ലേ? ദൈവമല്ലേ നമ്മുടെ ഉത്തരം? അവനല്ലേ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരകൻ? ശരി, നമ്മൾ ചെയ്ത വഴികൾ തെറ്റിപ്പോവും. ഏതവസ്ഥയിൽ ചെന്നാലും ദൈവം സൂക്ഷിക്കും. അല്ല പിന്നെ 3 ദിവസം മരിച്ചു കിടന്നാൽ ലാസറിനെ 1-ാം ദിവസം സൗഖ്യമാക്കി എടുക്കാമായിരുന്നു, 2-ാം ദിവസം വെക്കുമായിരുന്നു, 3-ാം ദിവസം വെക്കുമായിരുന്നു. പക്ഷെ 4-ാമത്തെ ദിവസം വന്നത് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന സ്ഥലത്ത് ദൈവം വന്ന് രക്ഷിച്ചു. ആ ദൈവത്തെയാണ് ഇവിടെ പറയുന്നത്. ആ ദൈവം പറയുന്നത് എന്താണ്? അവൻ തന്നെത്താനെ താഴ്ത്തി മനുഷ്യർ
തന്നെ ഒരു മനുഷ്യ വേഷമായിട്ടെടുത്ത് മരണത്തോളം, ക്രൂശിതന്റെ മരണത്തോളം താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവനെ ഉയർത്തി, സകല നാമത്തിനും മേലായ നാമം നൽകി. ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പറയാതിരിക്കാനൊക്കെ ഇതില്ല, ഇത് പറഞ്ഞേക്കത്തുള്ളൂ. അപ്പോൾ എവിടെയാണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം ഒരു വ്യക്തിയിലാകണം. വിശ്വാസം എന്നതിനെക്കുറിച്ച് എബ്രായ ലേഖനം 11:1 പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഉറപ്പാണ്. ആ യേശു എന്തു പറയുന്നു അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ 12 ശിഷ്യന്മാരെ കൊണ്ടു നടന്ന സമയത്ത് ഒരു സമയത്ത് അവർ വെള്ളത്തിൽ യേശു ക്രിസ്തുവുമായിട്ട് യാത്ര ചെയ്യുമ്പം അവിടെ വെള്ളം കോളം കയറി അവർ ചാകാൻ പോകുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം ഏകദേശം 8:22 തൊട്ട് 25 വരെയുള്ള വാക്യം വായിക്കുക. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, അവൻ വെള്ളത്തിലാണേ, നാം തടാകത്തിൻ്റെ അരികെ പോക എന്ന് അവരോട് കൽപ്പിച്ചു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. പടകിൽ അപ്പച്ചൻ ഉറങ്ങാണ്. ഇപ്പം തടാകത്തിലൊരു ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവ പ്രാണഭയത്തിലെ അടുക്ക ചെന്നു. നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചിട്ട് പറയണം എന്താണ്? അവ അമർന്നു, ശാന്തത ഉണ്ടായി. ദൈവം അമര്. നമ്മൾ ഇത് നടക്കും. ഞാനൊക്കെ ഈ പിള്ളേരുടെ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹരിക്കെയിൻ വരും, പിന്നെന്തുവാ പിന്നെ സൈക്ലോൺ വരും, അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ മക്കൾ വരുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വന്ന് കൊള്ളത്തില്ല, ഒന്നിയിലത് മാറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഹെലേന എന്ന് പറഞ്ഞത് അടിക്കാൻ പറഞ്ഞിട്ട് നേരെ വന്ന് അടിച്ചിട്ട് അപ്പുറത്തെ വീടിൻ്റെ റൂഫ് പൊക്കിക്കൊണ്ടുപോയി നമ്മുടെ ഇതിനെ സൂക്ഷിച്ചു വെച്ചു. ചെറിയ ഡാമേജ് വരുത്തി. അപ്പം എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, അമേരിക്കയ്ക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കേട്ടെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ കാര്യം നടക്കും. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. എത്രയോ മക്കൾ സ്വന്തം അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് പറയാറുണ്ട്. അവരുടെ ആ സ്നേഹം, അപ്പനമ്മമാരെ കരുതുന്ന ആ സ്നേഹം, അതൊക്കെ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവർക്കേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തിനാ ഭയപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. നിൻ്റെ വിശ്വാസം. അപ്പം എന്താ യേശു ചോദിച്ചത്? കാറ്റും കോളും അമർന്നു. യേശു അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആര്? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതാണ് നമ്മുടെ ദൈവം. നമ്മളൊരു കാര്യം, യേശു ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ യേശുവിലൊരു കാര്യം പറഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ? അവിടെ നിർത്താം. നമുക്ക് സത്യത്തിൽ ദൈവത്തോടുള്ള ഈ ഒരു വ്യക്തിയോടുള്ള ദൈവസ്നേഹം. ഇപ്പോൾ ഒരു ഭർത്താവ് എക്സാമ്പിൾ എടുക്കുക. ഭർത്താവ് പറയുകയാണ് ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, ഞാൻ ചിലപ്പം മരിച്ചു പോകും, മരിച്ചില്ല ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഇവർ പറയില്ല ഞാൻ വെയിറ്റ് ചെയ്യാം. യുദ്ധം കഴിഞ്ഞിട്ടും ഭർത്താവ് തിരിച്ചു വരുന്നില്ല. കാരണം അദ്ദേഹത്തിനെ പ്രിസണറായിട്ട് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. ഇവരറിയുന്നില്ല. പക്ഷെ ആ സ്ത്രീ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം തിരിച്ചു വരുന്നു പറഞ്ഞേച്ചു പോയ ഭർത്താവ് തിരിച്ചു വരുന്ന അവർക്കുറപ്പുണ്ട്. അതാണ് എവിടുന്ന് അറിയത്തില്ല. അന്തരാത്മാവ് പറയും. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്, കോമ്പസ് പോലെ. എവിടെയാണിത് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ വിളിക്കേണ്ടതെന്ന് ഉള്ള ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നേ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. ദൈവം പറയുന്നത് ശാന്തമാകെ, എന്ത് പ്രശ്നമാണ് നിന്നെ അലട്ടുന്നത്, ശാന്തമാകെ, കാറ്റും കോളും നിൽക്കട്ടെ. പിന്നെ ശാന്തമാകുമ്പോണ്ടല്ലോ ഈ വെള്ളം വലിയ തിരമാല അടിച്ച് വെള്ളത്തെ കയറി നരിക്കുമ്പോൾ നശിച്ചു. ശാന്തമായി കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ശ്വാസം എടുത്ത ഫീൽ ചെയ്യും. കാരണം പെട്ടെന്ന് നമുക്ക് ശാന്തത വരും. വെള്ളം ഇപ്പോഴും വള്ളത്തിലുണ്ട്, പക്ഷെ ഒരാൾ ശാന്തമായെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് കാറ്റും കോളും നിന്ന്. പിന്നെ വെള്ളം കോരിയവർ കളഞ്ഞാൽ മതി, ബാക്കി പ്രവൃത്തി ചെയ്യണം. അത് ആ പറയുന്ന ദൈവം എൻ്റെ ഭവനത്തിലുണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്. നമ്മുടെ മക്കളെ കരുതുന്നു, അവൻ നിങ്ങളുടെ മക്കളെയും കരുതുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അവൻ ഒരിക്കലും നോ പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരാൾ എന്തോ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, വിവാഹകാര്യം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നത് ഞാൻ അവൻ്റെ മുറി കയറാൻ അവൻ എന്നെ സമ്മതിക്കത്തില്ല. ഞാനത് ചിന്തിച്ച്, ശരിയാ, ഉത്തരം വേണം അവർക്ക്, പക്ഷേ ഞാനങ്ങോട്ട് ചെല്ലാം. സി ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സാധനവും രണ്ടാണ്. ഐ ഓൺലി വാണ്ട് ദ തിങ്സ്, അതല്ല.
കർത്താവ് കടന്നു വരട്ടെ. അവൻ കയറി വരുമ്പോൾ അവൻ എൻ്റെ പാർട്ട്ണറെയും പിടിച്ചുകൊണ്ട് വരുന്ന കാണുന്നതല്ലേ ഭംഗി. ഇതൊക്കെ ആര് പറഞ്ഞ് പഠിപ്പിക്കും? നമുക്ക് ദൈവത്തോട് ചോദിക്കാം. എൻ്റെ വിശ്വാസക്കുറവ് കൊണ്ടാണ് ചില കാര്യങ്ങൾ ഉത്തരം കിട്ടാത്തതെങ്കിൽ എൻ്റെ വിശ്വാസമാകുന്ന നാഥൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കണേ. ക്രിസ്തുവാണ് എൻ്റെ വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉറപ്പ്, മാറ്റമില്ലാത്ത ക്രിസ്തു എന്നിൽ നിന്നുള്ള ഉറപ്പ് അവൻ ചെയ്തെടുക്കും. അത് തന്നെ എൻ്റെ വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം. അത് വിശ്വാസം എന്നത് ആശിക്കുന്നതിനെക്കുറിച്ചുള്ള ഉറപ്പും കാണാത്തതിനെക്കുറിച്ചുള്ള നിശ്ചയമാണ്. നിൻ്റെ സന്നിധിയിൽ അല്പനേരം ഒന്ന് ഇരിക്കാൻ, മുട്ടുകുത്തിയോ ഇരുന്നോ ചിലപ്പം കിടന്നാണെങ്കിലും നിൻ്റെ സന്നിധി ഒന്ന് ചോദിക്കാൻ ഉള്ള സമയം എടുക്കണം. സാവകാശം. എല്ലാത്തിനും ഓടി നടന്ന് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പേരെടുക്കുന്നതിന് പകരം ദൈവം പറയുന്നത് മാത്രം ചെയ്യാൻ, വേണ്ടാത്തത് എടുത്തു കളഞ്ഞ് വേണ്ടുന്നതിന് പ്രാധാന്യം കൊടുത്ത് ദൈവം പറയുന്നതനുസരിച്ച് വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻ, അതെ നല്ലവനും വിശ്വസ്തനുമായ ദാസീദാസൻ എന്ന് വിളിക്കാനുള്ള ശബ്ദം ഞങ്ങൾ കേൾക്കട്ടെ. ക്രിസ്തു പോലും അനുസരണം പഠിച്ചത് പിതാവിൻ്റെ അടുക്കൽ ക്രൂശൻ മരണത്താൽ ഏറ്റെടുത്തിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ്? ഞങ്ങളും അനുസരണം പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ തലമുറകൾ അനുസരണം പഠിക്കാൻ വേണ്ടി എൻ്റെ വചനത്തിൻ്റെ കീഴിൽ അവരെ കൊണ്ടുവന്നവരുള്ളൂ. പഠിക്കട്ടെ അപ്പച്ച. അതിനവരെ പഠിപ്പിച്ചെടുക്കുന്നതിനാൽ സ്തോത്രം. വഴിതെറ്റി നടക്കുന്നതും ലക്ഷ്യമെന്തെന്ന് മാറിപ്പോയ കുഞ്ഞുങ്ങളെയും നീ നേരോട് പിടിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെയെല്ലാം ഇടയൻ ആടുകളെ സൂക്ഷിച്ച് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരുന്നതിന് നന്ദി. ഈ വർഷാവസാനത്തിന് മുൻപ് ദൈവത്തിൻ്റെ മഹത്തരമായ ആ റീകൺസിലിയേഷൻ, യൂണിറ്റി അതൊക്കെ നീ ചെയ്തു തരുന്നു. അത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അതാ മാറിപ്പോയതെല്ലാം തിരിച്ചു വരാനും തിരിച്ചു പോകേണ്ടതെല്ലാം പോകാനും വേണം കർത്താവ്. എൻ്റെ സന്നിധി ഞങ്ങൾക്ക് ഒന്നിച്ച് കുടുംബമായിട്ട് ജീവിപ്പാൻ തലമുറകൾ ദൈവത്തിൽ സന്തോഷിക്കുന്ന കാണാൻ ഞങ്ങളെ അനുവദിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.